സോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വെദർ ഐ ഓഡിബിൾ? ഓഡിബിൾ ആണോ? ഒരു മിനിറ്റ്, ഒരു കേൾക്കാം മിനിറ്റ്. സാർ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ 2021 ഡിസ്കഷൻ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പും പറഞ്ഞ കാര്യമായിരുന്നു, നമുക്ക് ഒരു പേപ്പറിൽ നോക്കുമ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അറൌണ്ട് 53 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു പേപ്പറിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീഡിംഗ് ലോജിക്കൽ റീസണിങ്ങിലും ഉണ്ടാവുക. സോ അതിൽ 53-ൽ നമ്മൾ അറ്റംപ്റ്റ് തമ്മിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്ലസ് നമുക്ക് മാത്സും റീസണിങ്ങും കൂടി ഒരു 45 to 50 എത്തിച്ചാൽ മതി. ഇപ്പൊ അത് ചില ആളുകൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഈ ഒരു കാര്യത്തിൽ മാത്സും റീസണിങ് അറ്റംപ്റ്റ് അവർക്ക് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ ഏത് പേപ്പർ ആയാലും നമ്മളിപ്പം നമ്മളൊരു നമ്മുടെ സ്ട്രാറ്റജി റീഡിംഗ് കോംപ്രിഹെൻഷൻ മോർ ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മോർ ചെയ്യുന്ന ഒരാളാണെങ്കിലും എങ്ങനെയായാലും നമുക്ക് ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 40 to 45 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിലെ മാത്സും റീസണിങ് നമുക്ക് കണ്ടന്റ് വൈസ് നമുക്ക് നല്ല പോലെ അറിഞ്ഞിരിക്കണം. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ലീവ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഈ ഓരോ PYQയിലും ഇത്ര ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് അതിന്റെ കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കാം. സോ അത് നമ്മൾ റൗണ്ട് വൈസ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഞാൻ PYQ ഡിസ്കഷനിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരു മിനിറ്റ്, ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ. സോ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് തരും. നമുക്ക് ഇതിൽ കവർ മാക്സിമം 10 വരെ നമുക്ക് പോയി നോക്കാം. നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും, ബാക്കി നമുക്ക് ബാക്കിയുള്ള സെഷൻസ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മിനിറ്റ്. സോ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓഡിയോ ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഒന്ന് കൺഫേം ചെയ്തേ. സ്ക്രീൻ വിസിബിൾ ആണ്, ഓഡിയോ ഓക്കെ ആണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തേ. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ, ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് തരാം. നിങ്ങളത് ഒന്ന്
ജസ്റ്റ് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ജസ്റ്റ് ഒന്ന് ഒരു 1 മിനിറ്റ് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവിടെ നമുക്ക് നോക്കാം, തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ദി നമ്പർ 3798125 P369 എന്ന് പറഞ്ഞ ആ കംപ്ലീറ്റ് നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഡിജിറ്റ് പി പറഞ്ഞ ആളുടെ ആ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിലെ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ ആർക്കെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ് നമ്മൾ എപ്പോഴാണ് പറയാ? ആ നമ്പർ ഒന്നെങ്കിൽ 0-ൽ എൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ 5-ൽ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ 5-ൽ ഡിവിസിബിൾ ആണ്. അതേപോലെ 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓൾട്ടർനേറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ 0 അല്ലെങ്കിൽ 7 വരുന്നു. ആ അത് ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ കേസിൽ ആ ഒരു കേസ് അല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, നമുക്ക് ഒരു മിനിറ്റ്, നമുക്കിവിടെ ഈ തന്ന നമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരു മിനിറ്റ്, തന്ന നമ്പറിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3798125 ഞാൻ അവിടെ വരെ മാത്രം ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. സോ ഇവിടെ ഞാൻ 5 എടുക്കാണ്. സോ 35, ബാലൻസ് 29 ഉണ്ടാവും. 4 28 ഉണ്ടാവും. ഓക്കെ, ബാലൻസ് 18 ഉണ്ടാവും. 2 എടുക്കാണ്, 14, ബാലൻസ് എനിക്ക് 41 ഉണ്ടാവും. സോ ഞാനിവിടെ 5 എടുക്കാണ്, 35 വരും. ഓക്കെ, ബാലൻസ് എനിക്ക് ഇനി 6 ഉണ്ടാവും. ഞാൻ ബാക്കി ഇവിടെ ഇതാണ് 6 ഉണ്ടാവും. ഓക്കെ, 62 എടുക്കാണ്. 62-ൽ എനിക്ക് 8s are 56 ഉണ്ടാവും. ബാക്കി 65 ഉണ്ടാവും. 65-ൽ ഞാൻ 7 9s are 63, ബാലൻസ് എനിക്ക് 2 കിട്ടി. ഞാൻ ഈ പിക്ക് തൊട്ട് മുമ്പ് വരെ പോയിന്റ് എടുത്തപ്പം എനിക്ക് റിമൈൻഡർ 2 കിട്ടി. ഇവർ പറയുന്ന അനുസരിച്ച് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമാണ് പറയുന്നത്. ഇവിടെ 2 കൊണ്ട് നമുക്ക് എന്താ 7 ബാക്കി ഡിവിസിബിൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എനിക്ക് 4 ഓപ്ഷൻസിൽ ഇനി പിക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഓപ്ഷനിൽ വാല്യൂ കൊടുത്താൽ 21369 ഡിവൈഡ് ബൈ 7 ഉണ്ടാവും ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 26369 ഉണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതേപോലെ 27369 ഉണ്ടാവും. നാലാമത്തെ ഓപ്ഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 29369 ഉണ്ടാവും. ഇതുവരെ ഓക്കെ ആണോ? പറഞ്ഞേ, ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഈ എഴുതിയത് ഞാൻ ആദ്യം തന്ന ആളുകളെ അവിടെ വരെ എഴുതി, എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവരിൽ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു.
ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണെന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഒന്നുമില്ല. ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ തന്ന നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ. ആഹ്, ഈ ഒരു കാര്യം ഞാൻ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. ഞാൻ ഈ തന്ന നമ്പർ 3798,125 ആ പീക്ക് തൊട്ട് മുമ്പ് വരെയുള്ള നമ്പേഴ്സിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. അപ്പൊ എന്താ, എനിക്ക് 2 എന്നുള്ള റിമൈൻഡർ കിട്ടി. 2 എന്ന് റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പീക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു. ഞാൻ ആ പീയുടെ അവിടെ ഞാൻ തന്ന ഓപ്ഷനിലെ വാല്യൂസ്, അവിടെ ഏത് വാല്യൂ വരുമ്പോഴാണ് കംപ്ലീറ്റ് നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞത്, ഞാൻ വന്നതിന് ശേഷം ബാക്കി വാല്യൂസ് ഫില്ല് ചെയ്ത് ഞാൻ 4 ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നുമില്ല, ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫില്ല് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഓരോ ഓപ്ഷൻസിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ 21369 നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ ആ പിയുടെ വാല്യൂ 1 കൊടുത്തപ്പോൾ എനിക്ക് 21369 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 3 വരും, 21 വരും, എനിക്ക് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇവിടെ എന്താ, 0 വരും, 03 എനിക്ക്. അപ്പം അതിന് ഫെർദർ ഡിവൈഡ് ഇവിടെ 0 ഇട്ട് വേണം 6 എഴുതാൻ. ഇപ്പൊ എനിക്ക് 5 കൊടുക്കാൻ പറ്റും, 35 വരും. ഇവിടെ എനിക്ക് 19 കിട്ടും. 19 ഒരിക്കലും 7 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ ആവില്ല. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ സർ, ഒരു ഡൗട്ട് റെഡി ആണോ? ഉള്ളത് സർ. നമ്മുടെ ഈ ആ ഫസ്റ്റത്തെ കുറച്ച് ഡിജിറ്റ് സാർ ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ റിമൈൻഡർ 2 ആ ഞാൻ കിട്ടിയില്ലേ? പീക്ക് തൊട്ടും ആ 2 കിട്ടി. 2 തൊട്ട് മുമ്പ് കിട്ടിയതിന് 2 ശേഷം ഇവിടെ ആണ് ബാക്കി കേട്ടോ. കൂടെ എഴുതാം. ഓക്കെ 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 സർ. റിമൈൻഡർ 2 കിട്ടിയതിന് ശേഷം 2നെ കൂടെ എഴുതിയിട്ട് വേണം ബാക്കിയുള്ള വരാ. അതിന് ഫെർദർ ആ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൂടി ഇൻക്ലൂഡഡ് ആണല്ലോ. അതുകൊണ്ടാണ് 2ന്റെ ഓക്കെ സർ. കൂടി കൂട്ടി എഴുതിയത്. ഓക്കെ സർ. ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പം ഫസ്റ്റത്തെ ഓപ്ഷനിൽ പിയുടെ വാല്യൂ 1 കൊടുത്തപ്പോൾ ഇത് ഡിവിസിബിൾ അല്ല. അപ്പൊ ഇത് ആൻസർ ആവില്ല. അടുത്ത ഓപ്ഷൻ ഞാൻ 26 ഇട്ട് കൊടുത്ത് 26369 ഇട്ട് കൊടുത്തു. അത് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. സോ ഞാൻ ഇവിടെ എന്താ 321 വരും. ഇവിടെ എന്താ 53 വരും. 53ൽ 749 വരും. ഇവിടെ ഇവിടെ 9 കൊണ്ടാണെങ്കിൽ 4 വരും. 9 കൊണ്ടാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ 4 വരും. ഓക്കെ, ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെ 53 വരും. 53 7 7 49. അപ്പൊ നമുക്ക് 4 വരും. 46ൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 42 വരും. 49ൽ ഡിവിസിബിൾ ആണ്. സോ എനിക്കിവിടെ പിയുടെ വാല്യൂ 6 എന്ന് കൊടുക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്ത പരിപാടി വെച്ചാൽ ആദ്യം ആ പിയുടെ വാല്യൂ ഒരു മിസ്സിംഗ് ആയപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ആളെ ഞാൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഓക്കെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ പിക്ക് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പിക്ക് വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് 2 റിമൈൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഓപ്ഷൻസിലെല്ലാം ഫിറ്റ് ചെയ്ത് നോക്കി. ഓപ്ഷൻ 1 കൊടുത്തപ്പോൾ 21369 വന്നു, അത് ഡിവിസിബിൾ അല്ല എന്ന് കിട്ടി. ഓപ്ഷൻ 2 കൊടുത്തപ്പോൾ 26369, അത് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ അതിനർത്ഥം എന്താ, പിക്ക് 6 വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ബാക്കി ഓപ്ഷൻസ് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡേഴ്സ് കിട്ടും, ഡിവിസിബിൾ ആവില്ല എന്ന് മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു മെത്തേഡ്. എനിക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് ഉള്ളൊരു, അതൊന്നുകൂടി കൺഫേം ചെയ്യണം. ഞാൻ എന്നാലും പറയാം. യൂഷ്വലി
സെവന്റെ ഡിവിസിബിലിറ്റി റൂള് പറയുന്നത്, ഞാൻ അതാ നേരത്തെ ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞത്. സെവന്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ യൂഷ്വലി പറയാറുള്ളത് സെവന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയാറ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം 315, എനിക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അല്ലെങ്കിൽ 7147, ഈ ഒരു നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി പറയാറ് ഇതിന്റെ ലാസ്റ്റ് നിൽക്കുന്ന ഡിജിറ്റിനെ മാറ്റുക. അപ്പൊ എന്താ, 714 വരും, 7 വരും. ഓക്കെ, 714 വരും, 7 വരും. എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മൾ മാറ്റി ഡിജിറ്റിന് ഡബിൾ എടുക്കുക. അപ്പൊ ആ ഡിജിറ്റിന് ഡബിൾ പറഞ്ഞാൽ 7 ഡബിൾ പറഞ്ഞാൽ 14 ആയിരിക്കും. ഈ 14 നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത ഡിജിറ്റിന് സബ്ട്രാക്ട് ചെയ്യുക. സോ 714ന്ന് 14 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 700 കിട്ടും. ഈ ആൻസർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദി എൻറ്റയർ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 7 എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ, കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? നേരത്തെ പറഞ്ഞ സർ ഡിവിസിബിലിറ്റി സർ നമ്മുടെ ഈ നമ്പർ അല്ലാതെ വേറൊരു നമ്പറാണ് ഇപ്പൊ നമ്മൾ ആ സപ്പോസ്ലി എക്സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 700 വരത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഫർദർ ഇത് ചെയ്ത് പോണ്ടേ, എന്നിട്ട് നമുക്ക് ആ ഫുൾ ഡിവിസിബിൾ ആവുന്ന നമ്പർ വരെ പോയി. അതാ പറഞ്ഞത്. ആ ഒരു കാര്യം ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. ആ ഒരു റൂള് ഡിഫിക്കൽട്ട് ആണ്. നേരത്തെ അതുകൊണ്ടാണ് ഞാൻ ആ റൂള് നമുക്ക് സെവന്റെ ഡിവിസിബിലിറ്റി റൂൾ നേരെ ദീപ്തി പറഞ്ഞതിൽ ചെറിയ എറർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതാണ് ഞാൻ ചോദിച്ചത്. 7 ഡിവിസിബിലിറ്റി നമ്മൾ യൂഷ്വലി പറയാറ് നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റിനെ മാറ്റുക, ബാക്കി അതിന് ഡബിൾ എടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് അത് പോസിബിൾ ആണെങ്കിൽ അത് നമുക്ക് വലിയ നമ്പേഴ്സ് ആകുമ്പോൾ അത് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പോസിബിലിറ്റി പറയാറ് ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ എടുക്കുക, എന്നിട്ട് അത് ഡബിൾ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയാ പോവാറ്. പക്ഷെ അത് ഈ ഒരു കേസിൽ ഡിഫിക്കൽട്ട് ആണ്. കാരണം നമുക്ക് തന്നിട്ടുള്ളത് ഒരു ചെറിയ നമ്പർ അല്ല, വലിയ ഹ്യൂജ് നമ്പർ ആണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പം 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 7 ഡിവിസിബിലിറ്റി റൂൾ പറിച്ചപ്പോൾ ഒരു 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇപ്പൊ എന്താ 71478, ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യണ്ടെങ്കിൽ ഇതിന്ന് 8നെ മാറ്റുക. അപ്പൊ എന്താ 7147, എന്നിട്ട് 8 ഡബിൾ 16, അത് ഇതിന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്ത പ്രൊസീജിയർ റിപ്പീറ്റ് ആയി ചെയ്യണം. പക്ഷെ ആ ഒരു കാര്യം ഇവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് അത് കുറച്ച് പോസിബിൾ അല്ല എന്നല്ല, ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എന്താ ഇവിടെ നമുക്ക് ആ പീന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നേരത്തെ ദീപ്തി പറഞ്ഞ റൂൾ വെച്ച് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഓൾട്ടർനേറ്റ് പേഴ്സ് നോക്കുമ്പോൾ 7ഉം 4ഉം 11 വരും. പിന്നെന്താ 11 - 8 3 എന്നാ കിട്ടുക. അത് ആ റൂള് നമുക്ക് എനിക്ക് 11ന്റെ റൂളാണ്. സാർ അതെനിക്ക് മാറിപ്പോയതാ. ശരി, 11ന്റെ 7ന്റെ റൂൾ റൂളാണ് അത്. 7ന്റെ റൂള് അതായത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. 7ന്റെ റൂള് പറയുന്നത് വെച്ചാൽ നമുക്കത് ഓൾട്ടർനേറ്റ് പേഴ്സ് അല്ല, നമുക്ക് ലാസ്റ്റ് ഡിജിറ്റിന് ഡബിൾ എടുക്കുക, എന്നിട്ട് പക്ഷെ അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ പോസിബിലിറ്റി എന്താ, നമ്മൾ ആ പിക്ക് തൊട്ടുമ്പോൾ വരെ ഡിവൈഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫെർദർ ഡിവൈഡ് ചെയ്ത് വെക്കുക. നമുക്ക് ആ ഡിവിഷൻ ഒക്കെ സിമ്പിൾ 7 ആയതുകൊണ്ട് സിമ്പിൾ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. റെഡി ആണോ? ക്ലിയർ ആണോ? ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കിയേ. 8th ക്വസ്റ്റ്യൻ ഒരു 1 മിനിറ്റ് എടുക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് a biology class at high school predicted that local population of animals will double in size every 12 years. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കിത് കാണുമ്പോൾ തോന്നും ഫസ്റ്റ് റൗണ്ട് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഈ പോപ്പുലേഷൻ എല്ലാ 12 ഇയേഴ്സ് കഴിയുമ്പോൾ ഡബിൾ ആവും. ഇപ്പം 2021 ഇപ്പം ഉള്ളത് എന്താണ് പോപ്പുലേഷൻ, 2021 പോപ്പുലേഷൻ 50 ആനിമൽസ് ആണുള്ളത്. ഇഫ് പി റെപ്രസെന്റ്സ് ദി പോപ്പുലേഷൻ, പി പറഞ്ഞാൽ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യവും എൻ എന്താ ഇയേഴ്സിന് ശേഷമുള്ള പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ് പി എങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദി മോഡൽ ക്ലാസ് ഫോർ ദി പോപ്പുലേഷൻ. അതായത് താഴ്ത്തുന്ന ഏത് ഇക്വേഷൻ ആണ് പോപ്പുലേഷനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ 50 ആണ്. 12 ഇയേഴ്സ് കഴിഞ്ഞാൽ 50 എന്നുള്ളത് എന്താവും, ഡബിൾ ആവും. 12 ഇയേഴ്സ് കഴിഞ്ഞാൽ ഇത് 100 ആവും മനസ്സിലാവുക. പി പറഞ്ഞാൽ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്നു, എൻ എന്ന നമ്പർ ഓഫ് ഇയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആണോ തന്നതിൽ നിന്ന്? മനസ്സിലായിട്ടുണ്ടോ? റെഡി ആണോ? റെസ്പോണ്ട് ചെയ്ത് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിവിടെ ഫെർദർ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ എന്നിന്റെ വാല്യൂ, ഇതിൽ ഒറ്റ ഒരു കാര്യം, നമ്മൾ ആ പിയുടെ വെച്ചിട്ട് ഇക്വേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് എന്നിന്റെ വാല്യൂ 100 നമുക്ക് എന്നിന്റെ വാല്യൂ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പിയുടെ വാല്യൂ എന്ത് കിട്ടണം, 100 കിട്ടണം. കാരണം ഇപ്പോഴത്തെ പോപ്പുലേഷൻ 50 ആണ്. അതേപോലെ എന്നിന്റെ വാല്യൂ നമ്മൾ 12 കൊടുത്തു കഴിഞ്ഞാൽ പി ഈക്വൽ ടു 100 കിട്ടണം. അതാണ് നമ്മുടെ ആൻസർ വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ഇവിടെ എന്നിന് 12 കൊടുത്തു കഴിഞ്ഞാൽ 50 × 12 + 12 എന്തായാലും 100നെക്കാളും നമുക്ക് പിയുടെ വാല്യൂ എന്നിന് നമ്മൾ 12 കൊടുത്തു കഴിഞ്ഞാൽ 100 കിട്ടാൻ പാടുള്ളൂ. ഇത് എന്തായാലും ഹയറാണ്. കാരണം 50 × 12, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 12 കൂടി ആഡ് ചെയ്യണം. 50 × 2 ചെയ്താൽ തന്നെ 100 ആണ്. പിന്നെ 12 കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇത് 50 × 12 ആയതുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ ആവില്ല. ഇനി ഓപ്ഷൻ ബിയിൽ എന്നിന്റെ വാല്യൂ 12 കൊടുത്താൽ 12 × 12 144 ആണ്. 144 + 50 അതും ഹയർ ആണ്. ഇതും ആൻസർ ആവില്ല. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ തേർഡ് ഇക്വേഷനിൽ എന്നിന് 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 144, അതിന്റെ കൂടെ 50 കൂടി മൾട്ടിപ്ലൈ ആണ്. അപ്പൊ അത് എന്ത് വന്നാലും 100നെക്കാളും മുകളിലാണ്. സോ ഇത് എന്തായാലും ആൻസർ ആവില്ല. നമ്മൾ ഓപ്ഷൻ ഡിയിൽ അതേപോലെ എന്നിന് 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 50 × 2^12 2^1 എന്നാവും. സോ 50 × 2 100 കിട്ടി. അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. എന്നിന്റെ വാല്യൂ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ 100 കിട്ടുന്ന ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരിക. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ UPSC ചോദിച്ചിട്ടുള്ളത് പിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. നമ്മൾ പിക്ക് ഇക്വേഷൻ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം തന്ന ഓപ്ഷൻസിൽ ഏതാണ് സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ഈ കണ്ടീഷൻസ് വേണം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. റെഡി ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. സോ ഇവിടെ ഡി ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഒരു മിനിറ്റ്, പെട്ടെന്ന് ചോദിക്കാം. സാർ ഒന്നും കൂടി ഒന്ന് പറയാമോ? പറയാം, ഒറ്റ മിനിറ്റ്. ഇതിലൊന്നുമില്ല, അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, പിക്ക് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ. അപ്പൊ നമ്മൾ അവിടെ പോപ്പുലേഷന് പിയും എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സും ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പറ്റിയൊരു ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ആ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് തന്നതിൽ ഏതായിരിക്കും ഇക്വേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്താണ്, നമുക്കൊരു പറഞ്ഞിട്ട് എന്താ, ഈ പോപ്പുലേഷൻ ഇപ്പം 50 ആണെങ്കിലും ഇത് 12 ഇയേഴ്സിന് ശേഷം ഇത് എന്താവും, 100 ആവും.
ഡബിൾ ആവും. കാരണം ഇപ്പൊ 50 ആണെങ്കിൽ 12 അതിന് ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം അത് എല്ലാ 12 ഇയേഴ്സിലും ഡബിൾ ആവും. ഇപ്പം ഇപ്പോഴത്തെ കറണ്ട് പോപ്പുലേഷൻ എന്താ 50 ആണ്. N12 ആകുമ്പോൾ എന്താവും, ഇത് 100 ആയിട്ട് മാറും. ഈ ഒരു ലോജിക്ക് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ എന്നിന്റെ വാല്യൂ 12 കൊടുത്തതിനാൽ അത് ഓൾവേസ് 100നെക്കാളും ഹയർ ആയിരിക്കും. കാരണം 50 × 12 + 12 ആണ്. അപ്പൊ അത് ആൻസർ ആവില്ല. പിന്നെ സെക്കൻഡ് ഓപ്ഷനിൽ ഇത് 100നെക്കാളും ഹയർ ആയിരിക്കും പിയുടെ വാല്യൂ എന്നിന് 12 കൊടുത്തു കഴിഞ്ഞാൽ. തേർഡ് ഓപ്ഷനിൽ വളരെ വലിയൊരു ഹയർ വാല്യൂ ആണ് കിട്ടുക. സോ അതും ആൻസർ ആവില്ല. നമുക്കിവിടെ ഓപ്ഷൻ ഡിയിൽ കൊടുക്കുമ്പോൾ 50 × 2^12/12 എന്താ 2 ഈ 12 12 ക്യാൻസൽ ആവും. 50 × 2^1 ആവും, 100 കിട്ടും. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. റെഡി ആണോ? ക്ലിയർ? ഇപ്പൊ ഓക്കെ ആണോ? ജസ്റ്റ് നിങ്ങൾ ഓരോ ഞാൻ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മൾ ഓരോ മുമ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു, 6th ക്വസ്റ്റ്യനും 7th ക്വസ്റ്റ്യനും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഞാൻ ടൈം തരുമ്പോൾ നിങ്ങൾ ആൻസർ കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന് പറയണേ. ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ 6ഉം 7ഉം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് യെസ് ഓർ നോ. നിങ്ങൾ എക്സാം പേഴ്സ്പെക്റ്റീവിൽ നോക്കും, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ആൻസർ എന്താ? കുറച്ച് പേര് കിട്ടിയവരൊന്ന് യെസ് എന്നിട്ട് സിക്സ്ത് വൺ കിട്ടിയിട്ടുണ്ടായിരുന്നോ? 7th വണ്ണോ? 7th വൺ എന്തായിരുന്നു അവസ്ഥ പറഞ്ഞ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 9th ക്വസ്റ്റ്യൻ ആണ്. 9th വൺ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് 9th വൺ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1 മിനിറ്റ് എടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്യാം. 9th വൺ സോ 9th വൺ നോക്കാം. 9th വണ്ണിൽ കൊടുത്തിട്ടുള്ളത് ഇൻ എ ക്ലാസ് 60% സ്റ്റുഡൻസ് ആർ ഫ്രം ഇന്ത്യ ആൻഡ് 50% സ്റ്റുഡൻസ് ആർ ഗേൾസ്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു പറഞ്ഞ പോപ്പുലേഷൻ, ഒരു ക്ലാസിന്റെ പോപ്പുലേഷൻ ജസ്റ്റ് 100 ആയെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ 100 ആയി എടുക്കാം. ക്ലാസിന്റെ എൻറ്റയർ സ്ട്രെങ്ത് 100 ആണ്. അതിൽ 60 സ്റ്റുഡൻസ് ആർ ഫ്രം ഇന്ത്യ. ഇന്ത്യൻ പോപ്പുലേഷൻ എന്താ 60 ആയിരിക്കും. ഫോറിനേഴ്സ് 40 ആയിരിക്കും. കാരണം നമ്മൾ അവിടെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്താണ് ആ ക്ലാസ്സിലെ എൻറ്റയർ പോപ്പുലേഷൻ 100ഉം. അപ്പം ബാക്കി അതിൽ 60% ഇന്ത്യൻസ് പറയുമ്പോൾ 60 ഇന്ത്യൻസ് ഉണ്ടാവും, 40 ഫോറിനേഴ്സും ഉണ്ടാവും. ആൻഡ് 50% സ്റ്റുഡൻസ് ആർ ഗേൾസ്. അതായത് മൊത്തം 100നെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ 100ല് സപ്പോസ് ഈ ടോട്ടൽ സ്ട്രെങ്ത് അവിടെ തന്നിട്ടില്ല, നമ്മൾ 100 എടുത്തപ്പം ഇത് നമുക്ക് ആ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഈസിക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എൻറ്റയർ പോപ്പുലേഷനിൽ 50% ഗേൾസ് ആണ്. അപ്പൊ എന്താ നമ്മുടെ വാല്യൂ അനുസരിച്ച് 50 ബോയ്സ് ഉണ്ടാവും, ബാക്കി 50 ഗേൾസ് ഉണ്ടാവും. ഓക്കെ, ഈ 100 പോപ്പുലേഷനിൽ. ഇനി പറയുന്നുണ്ട് ഇഫ് 30% ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ ഗേൾസ്. നമ്മൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് 60 കിട്ടി, അതിൽ 30% എന്താണ് ഗേൾസ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് 30% പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് 10% 6 ആണ് അല്ലെ. അപ്പം 30%ന്റെ വാല്യൂ ഇന്ത്യൻ സ്റ്റുഡൻസിൽ 18 സ്റ്റുഡൻസ് ഗേൾസ് ആയിരിക്കും, ബോയ്സ് ഉണ്ടാവുക ബാക്കി 42 ആണ്. അപ്പൊ നമുക്ക് അതേപോലെ ടോട്ടൽ 50 ഗേൾസും 50 ബോയ്സും ഉണ്ടാവണ്ടേ. അപ്പൊ ഫോറിനേഴ്സിൽ ഇനി ബാക്കി നമുക്ക് എന്താ 8 ബോയ്സേ വരാൻ പാടുള്ളൂ. കാരണം ടോട്ടൽ 50 ബോയ്സിൽ 42 ബോയ്സ് ഇന്ത്യൻസ് ആയി. അപ്പം ഫോറിനേഴ്സിലെ ബോയ്സിന്റെ കൗണ്ട് 8 ആയിരിക്കും.
ഗേൾസിന്റെ കൗണ്ട് 32 ആയിരിക്കും. കാരണം നമുക്ക് എന്തായി, ഓൾറെഡി ഇന്ത്യൻസിൽ ടോട്ടൽ 50 ബോയ്സ് ആ ക്ലാസ്സിൽ മൊത്തത്തിലുള്ളൂ. അപ്പം 42 ബോയ്സ് ഇന്ത്യൻസിൽ വന്നു കഴിഞ്ഞാൽ ഫോറിനേഴ്സിൽ 8 ബോയ്സ് വരാൻ പാടുള്ളൂ. ഫോറിനേഴ്സിൽ 8 ബോയ്സ് വന്നു കഴിഞ്ഞാൽ ബാക്കി 32 ഗേൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ചോദിച്ചിട്ടുള്ളത്, ദെൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫോറിൻ സ്റ്റുഡൻസ് ആർ ബോയ്സ്? ഫോറിൻ സ്റ്റുഡൻസ്, എമംഗ് ഫോറിൻ സ്റ്റുഡൻസ് എത്ര ബോയ്സിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ബോയ്സിന്റെ പെർസെൻറ്റേജ് എമംഗ് ഫോറിൻ സ്റ്റുഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ, അതിൽ എത്ര ബോയ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫോറിൻ സ്റ്റുഡൻസ്. സോ നമുക്ക് എന്ത് വരും ഇവിടെ, ഒരു മിനിറ്റ്, ഓക്കെ, ഇവിടെ ഡിവൈഡഡ് ബൈ 40 വരും ഇൻറ്റു 100. ടോട്ടൽ 40 സ്റ്റുഡൻസ് ആ ഫോറിനുള്ളത്, അതിൽ 8 പേരാണ് ബോയ്സ് ഉള്ളത്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 5 വരും. 5ഉം 100ഉം കട്ട് ചെയ്യുമ്പോൾ 20%. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ ഈ 100 അസ്യൂം ചെയ്തത്, നമുക്ക് ആ വാല്യൂസിൽ പെർട്ടിക്കുലർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ സ്ട്രെങ്ത്തിന് 100 എടുത്ത്, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ അത് വെച്ചിട്ടാണ് സോൾവ് ചെയ്ത് പോകുന്നത്. 100 അല്ല, ഏത് വാല്യൂസ് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ പെർസെൻറ്റേജ് ഒക്കെ 60% ആയാലും 50% ആയാലും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം 100 ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ. ഓക്കെ, അടുത്ത 10th ക്വസ്റ്റ്യൻ ആണ്. 1 മിനിറ്റ് എടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്തു. ടെൻത്ത് വൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, സിലോജിസം ആണ്. സിലോജിസം ക്വസ്റ്റ്യൻ നമുക്കിത് കണ്ടാൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ, ലോജിക്കലി ഫോളോസ് ആണോ ഡസ് നോട്ട് ഫോളോ ആണോ മാത്രം നോക്കുക. ലോജിക്കലി ഫോളോസ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആണ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സം, ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡയഗ്രാം വരയ്ക്കാം. സോ സം റേഡിയോസ് ആർ മൊബൈൽസ്, കുറച്ച് റേഡിയോസ് മൊബൈൽസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഹലോ, ഓക്കെ, കുറച്ച് റേഡിയോസ് മൊബൈൽസ് ആണ്. ഓൾ മൊബൈൽസ് ആർ കമ്പ്യൂട്ടേഴ്സ്, എല്ലാ മൊബൈൽസിനെയും കവർ ചെയ്ത് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. സം കമ്പ്യൂട്ടേഴ്സ് ആർ വാച്ചസ്, കുറച്ച് കമ്പ്യൂട്ടേഴ്സ് വാച്ചസ് ആണ്. ഈ രീതിയിലാണ് ഡയഗ്രാം ഉണ്ടാവുക. നമ്മൾ ഫെർദർ രണ്ട് കൺക്ലൂഷൻസ് ആണ്, നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് വെരിഫൈ ചെയ്യാം. നമ്മൾ സെർട്ടൺലി എന്നുള്ള ആ ഒരു കാര്യം, ഇപ്പൊ സെർട്ടൺലി സം റേഡിയോസ് ആർ വാച്ചസ് എന്നുള്ളത് ഈ സിലോജിസം ക്വസ്റ്റ്യൻസിൽ എന്താ, സെർട്ടൺലി എന്നുള്ള ആ വേർഡ് തന്നില്ല. അത് നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബാക്കിയുള്ള ഇത് മാത്രം ഒന്ന് വായിച്ചു നോക്കുക. സം റേഡിയോസ് ഓഫ് വാച്ചസ്, ഇനി ഇവർ പറഞ്ഞു വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് പറയാണ് സം റേഡിയോസ് വാച്ചസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ, നമുക്ക് റേഡിയോയും വാച്ചും തമ്മിൽ എന്താ പ്രത്യേകിച്ച് സെർട്ടൻലി എന്ന വേർഡ് മീൻ തീർച്ചയായും എന്നാണ്. പക്ഷെ അത് നമ്മൾ ഇനി അത് നമ്മൾ പരിഗണിച്ചില്ലെങ്കിലും ബാക്കിയുള്ള കാര്യം നോക്കുക. സം റേഡിയോസ് ഓഫ് വാച്ചസ് എന്ന് പറയുമ്പോൾ കുറച്ച് റേഡിയോസ് വാച്ചസ് ആണെന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയണം. നമുക്ക് വാച്ചും റേഡിയോയും തമ്മിൽ പെർട്ടിക്കുലർ ഒരു കണക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്താ, ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണ്. സം മൊബൈൽസ് ആ വാച്ചസ് എന്ന് പറയുമ്പോൾ എന്താ, മൊബൈൽസും വാച്ചസും തമ്മിൽ പെർട്ടിക്കുലർ കണക്ഷൻ ശരി ഡെഫിനറ്റ് ആയിട്ട് പറയണം, കുറച്ച് മൊബൈൽസ് വാച്ചസ് ആയേ പറ്റൂ. അതും എന്താണ്, സെക്കൻഡ് കൺക്ലൂഷനും തെറ്റാണ്.
സോ നമുക്ക് ഇത് പറയാൻ പറ്റും. ഇവിടെ രണ്ട് കൺക്ലൂഷൻസും തെറ്റാവുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. റെഡി ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓപ്ഷൻ ഡി. യെസ്. ക്ലിയർ. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റെഡി ആണോ? സാർ ലാസ്റ്റ് സെർട്ടൺലി അത് ഒന്ന് പറയാൻ പറ്റും. സെർട്ടൺലി എങ്ങനെ കണ്ടീഷൻസ് വരുന്ന സെർട്ടൻലി എന്നുള്ളത് നമ്മളിപ്പം സിലോസിൽ സെർട്ടൻലി എന്താ ഒരു അത് കൂടുതൽ ഡെഫിനിറ്റ് ആക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഇനി നമുക്ക് സെർട്ടൻലി പറഞ്ഞ കാര്യത്തെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിലും നമ്മൾ ബാക്കിയുള്ള സെന്റൻസിനെ മാത്രം നോക്കിയാൽ മതി. സെർട്ടൈൻ എന്താ ആ ഒരു വേർഡ് റിമൂവ് ചെയ്ത് വെച്ചിട്ട് ബാക്കി വായിച്ചാലും ഇത് എന്താണ്? സം റേഡിയോസ് ആർ വാച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് റേഡിയോസ് വാച്ചസ് ആണ് ഫസ്റ്റ് കൺക്ലൂഷൻ. സെക്കൻഡ് കൺക്ലൂഷനിൽ സം മൊബൈൽസ് ആർ വാച്ചസ്, കുറച്ച് മൊബൈൽസ് വാച്ചസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം രണ്ടിലും എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കൂടുതൽ ഡെഫിനിറ്റ് ആക്കുന്ന കാര്യമാണ് ഈ സെർട്ടൻലി. അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഇവിടെ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുമ്പോൾ കുറച്ച് റേഡിയോസ് വാച്ചസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഒരു കണക്ഷനും, വാച്ചസ് ഇവിടെ ഉണ്ട്, റേഡിയോസ് ഇവിടെ ഉണ്ട്, ഒരു കണക്ഷനും പറയാൻ പറ്റില്ല. പിന്നെന്താ? കുറച്ച് മൊബൈൽസ് വാച്ചസ് പറയുമ്പോൾ മൊബൈലും വാച്ചും ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ ഇവർ പറയുന്നത് എന്താ? ഫസ്റ്റ് സെന്റൻസ് വരുന്നത് കുറച്ച് റേഡിയോസ് വാച്ചസ് ആണ്, അത് തെറ്റാണ്. അതേപോലെ സം മൊബൈൽസ് ആർ വാച്ചസ് പറയുമ്പോൾ കുറച്ച് മൊബൈൽസ് വാച്ചസ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്താ? രണ്ട് കൺക്ലൂഷൻസ് റോങ് ആയി കിട്ടും. ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഇപ്പൊ ഓക്കെ ആണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. 15 ഒന്ന് ഒരു 1 മിനിറ്റ് എടുക്കുക, പെട്ടെന്ന് നോക്കുക. ഓക്കെ, കിട്ടിയിട്ടുണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്തേ. നമുക്ക് സിലോജിസം ആണ്. റൗണ്ട് 1 തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഇതും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തരാം. സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൺക്ലൂഷൻസ് ഉണ്ട്, സിലോജിസം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻസ് നമ്മൾ വായിച്ചു നോക്കുക. ഇവിടെ എന്താ? ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഫോളോഡ് ബൈ കൺക്ലൂഷൻ 1 and 2 ഉണ്ട്. യു ഹാവ് ടു ടേക്ക് ദ സ്റ്റേറ്റ്മെന്റ്സ് ടു ബി ട്രൂ. നമുക്കത് റിയാലിറ്റി ആയിട്ട് കാരണം എന്താ? ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. കാറ്റ്സ് ആർ അൾമിറാസ്. നമുക്ക് റിയാലിറ്റി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. തന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ്സ് തന്ന കാര്യങ്ങൾ ട്രൂ ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് കൺക്ലൂഷൻസ് ചെക്ക് ചെയ്യാനാണ് നമുക്ക് എവിടെ പറയുന്നത്. അവര് ഈ ഡയറക്ഷൻസിൽ കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോജിക്കലി ഫോളോസ് ഓർ ഡസ് നോട്ട് ഫോളോ. അങ്ങനെ ഫോളോസ് ആണെങ്കിൽ ശരിയായ കൺക്ലൂഷൻസും, ഡസ് നോട്ട് ഫോളോ ആണെങ്കിൽ തെറ്റായ കൺക്ലൂഷൻസുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഫോളോസ് ആണ്, മിക്ക സിറ്റുവേഷൻസിലും ഫോളോസ് തന്നെയാണ് വരാറ്. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഫെർദർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് സം ക്യാറ്റ്, കുറച്ച് ക്യാറ്റ് അൾമിറയാണ്. ഓക്കെ, സം അൾമിറാസ് ആർ ചെയേഴ്സ്, കുറച്ച് അൾമിറാസ് ചെയേഴ്സ് ആണ്. ഓൾ ചെയേഴ്സ് ആർ ടേബിൾസ്, എല്ലാ ചെയേഴ്സും ടേബിൾസ് ആണ്. എല്ലാ ചെയേഴ്സും എന്താണ്? ടേബിൾസ് ആണ്. സോ നമുക്ക് എല്ലാ ചെയേഴ്സിനെയും കവർ ചെയ്തുകൊണ്ട് ടേബിൾ വരയ്ക്കാം. ഇതാണ് ഡയഗ്രാം വരിക. ഡയഗ്രാം ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. എല്ലാ ടേബിളിനെയും കൂടി കവർ ചെയ്തിട്ട് എല്ലാ ചെയറിനും കൂടി അവിടെ ടേബിൾ ഉണ്ടാവും. ഇതാണ് നമുക്ക് ഡയഗ്രാം വരിക. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞാൽ ചെയറിനെ ഫുള്ളി കവർ ചെയ്തിട്ടുള്ള ഡയഗ്രാം ഉണ്ടാവും. ഇനി നമ്മൾ കൺക്ലൂഷൻസ്, നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട്. ഞാൻ സെർട്ടൻലി പറഞ്ഞ കാര്യത്തിന് ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്. സെർട്ടൻലി തന്ന കാര്യത്തിന് ഡെഫിനറ്റ്ലി എന്നുള്ള ആക്കുന്ന രീതി, കൂടുതൽ ഡെഫിനറ്റ് ആക്കുന്ന ഒരു വേർഡാണ്. അത് നമുക്ക് ഇനി നമ്മൾ പരിഗണിക്കില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം നോക്കിയാലും എന്താണ് ഇവിടുത്തെ കേസിൽ സം അൾമിറാസ് ആർ ടേബിൾസ് ഡെഫിനറ്റ് ആയിട്ട് പറയുന്നതാണ്. അത് സെർട്ടൻലി വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഡെഫിനറ്റ് ആക്കുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായും എന്നാണ് പറയുന്നത്. സോ certainly some almirahs are tables.
കുറച്ച് അൾമറ ടേബിൾസ് ആണ്. നമുക്കിവിടെ നോക്കുമ്പം ഈ കേസിൽ ഇവിടെ എന്താണ് ഫസ്റ്റ് കാര്യം, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു കേസിൽ നമുക്ക് ഈ ടേബിളിന് ചെയറിന് കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അൾമറയും കൂടി കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് കാണാൻ പറ്റും ഇവിടെ എന്താ കുറച്ച് അൾമറയും ടേബിളും തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ എന്താ ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. ഈ സെക്കൻഡ് കൺക്ലൂഷൻ നോക്കുമ്പോൾ ഇവര് പറയുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, പക്ഷേ അല്ല, സെക്കൻഡ് കൺക്ലൂഷൻ പറയുന്നത് സം ക്യാറ്റ് മേ നോട്ട് ബി ചെയർസ്. സെക്കൻഡ് കൺക്ലൂഷൻ എന്താ, മേ നോട്ട് ബി, കുറച്ച് ക്യാറ്റ് ചെയർ ആവില്ലായിരിക്കും. അത് ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത്. കുറച്ച് അത് ക്യാറ്റ് ചെയർ ആവാൻ മേ നോട്ട് ബി, അത് പോസിബിലിറ്റി ആണ്. അപ്പം അത് നമുക്ക് എന്താ ഒരു പോസിബിലിറ്റി കൺക്ലൂഷൻ പോലെ എടുത്തിട്ട് ഇവിടെ എന്താ ക്യാറ്റും ചെയറും തമ്മിൽ എന്താ പെർട്ടിക്കുലർ ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, കുറച്ച് ക്യാറ്റ് ചെയർ ആവാൻ പറ്റില്ലായിരിക്കും എന്ന് അവരും പറയുന്നുള്ളൂ. സെക്കൻഡ് കൺക്ലൂഷൻ എന്താ കറക്റ്റ് ആണ്, മേ നോട്ട് ബി ആണ്. നമുക്ക് ക്യാറ്റും ചെയറും ഡയറക്റ്റ് കണക്ഷൻ ഉള്ള കാര്യങ്ങൾ നമുക്കില്ല. അപ്പൊ കണക്ഷൻ ഉണ്ടാവാതിരിക്കാം എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ എന്താ സെക്കൻഡ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ? ആ മേ നോട്ട് ബി കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്തിയർ ക്വസ്റ്റ്യൻ ആണെങ്കിലും സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമുക്കൊരു ഫ്രാക്ഷന്റെ ഒരു കോൺസെപ്റ്റ് മാത്രമേ, ഒരു ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ചെറിയൊരു കാൽക്കുലേഷൻ വരുമെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16 റെസ്പോണ്ട് ചെയ്തേ. സാറേ ക്വസ്റ്റ്യൻ ശരിക്കും ക്ലിയർ ആയില്ലായിരുന്നു. 16th അല്ലേ? 16th ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലേ? 16th നമുക്ക് നോക്കാം. ഒരു 1 മിനിറ്റ് തരാം. ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. സർ എനിക്ക് 16 കുറച്ച് കാൽക്കുലേഷൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തതൊരു തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം ഒരു 3 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. 3 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. 16th ചെറിയൊരു കാൽക്കുലേഷൻ വരുമെങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞ വെച്ചാല് നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഏകദേശം കുറെ കാര്യം ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യണം എന്നാണ്, അതാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് റൗണ്ടിൽ. അതിൽ ചെറിയൊരു കാൽക്കുലേഷൻ വരും, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ചെറിയൊരു പാർട്ടിൽ ഫ്രാക്ഷൻ വരുന്നോണ്ട് മാത്രം ചെറിയൊരു കാൽക്കുലേഷൻ വരും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ല സർ, ഈ ഫ്രാക്ഷൻ വരുന്നതില്ലേ സർ, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പിന്നെയാണ് ആലോചിച്ചത്. ഞാനൊരു സമയം പോയി. ഫ്രാക്ഷൻ എടുക്കുമ്പോൾ കാൽക്കുലേഷൻ കുറച്ച് പാടാവുന്നത്. അത് ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടെ ഞാൻ ക്വസ്റ്റ്യന്റെ ഒരു മീനിങ് പറഞ്ഞുതരാം. ഒരു ബോയ് ഒരു ബോൾ വെച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കളിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നത് 1.5 മീറ്റർ എന്നാണ്. ഓക്കെ, ഈ ബോളിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓരോ വട്ടവും നിലത്തിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹൈറ്റിൽ നിന്നാണോ ഡ്രോപ്പ് ചെയ്യുന്നത് അതിന്റെ 4/5 എന്താ അടുത്തത് അതിന്റെ 4/5 ഹൈറ്റിലേക്കാണ് അത് ബൗൺസ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണ് ബോൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ആ ഇട്ട ഹൈറ്റിന്റെ 4/5 വരെ 4/5 ഹൈറ്റ് വരെ അത് ബൗൺസ് ചെയ്യും. പിന്നെ ആ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, വീണ്ടും അതിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പിന്നെ നമ്മൾ എന്താ ആ ബൗൺസിങ് ഹൈറ്റ് 50 സെന്റിമീറ്ററിന് താഴെ ആകുമ്പോൾ ദ ബോൾ ഡസ് നോട്ട് ബൗൺസ് ഫർദർ ഇഫ് ദ പ്രീവിയസ് ഹൈറ്റ് ഇസ് ലെസ് ദാൻ 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്ററിന് മുകളിൽ വരെ എത്തുന്നവരെ അത് ഇപ്പൊ ഓരോ ബൗൺസിന് കഴിഞ്ഞാലും അത് 50 സെന്റിമീറ്ററിന് മുകളിലാണ്, അത് വീണ്ടും ബൗൺസ് ചെയ്യും. 50 സെന്റിമീറ്ററിന് താഴെയാണ് ഹൈറ്റ് എങ്കിൽ, പ്രീവിയസ് ബൗൺസിന്റെ ഹൈറ്റ് എങ്കിൽ അത് പിന്നെ ബൗൺസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വട്ടം, ഒരു വട്ടം 1.5 മീറ്ററിന്റെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വട്ടം ബൗൺസിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി എല്ലാ കാര്യം സെന്റിമീറ്ററിലാണ്. അപ്പം നമുക്ക് ഈ 1.5 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 1.5 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്താ സെന്റിമീറ്ററിലെ വാല്യൂ കിട്ടും. സോ ഇതെന്താ 150 സെന്റിമീറ്റർ ഹൈറ്റ് എന്നാണ്. 1.5 ഇൻറ്റു 100 അത് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് 150 സെന്റിമീറ്റർ എന്നാണ് ബോൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആള് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് 150 സെന്റിമീറ്റർ എന്നാണ്. ഓക്കെ, 150 സെന്റിമീറ്റർ എന്നാണ്.
ഫസ്റ്റ് 150 സെന്റിമീറ്റർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബൗൺസിന് ശേഷം എത്തുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 150 ഇൻറ്റു 4/5 ആണ്. കാരണം അതിന്റെ 4/5 ഹൈറ്റിലേക്കാണ് 4/5 ഹൈറ്റിലേക്കാണ് ഇത് ബൗൺസ് ചെയ്യുക. സോ ഫസ്റ്റ് ബൗൺസിന് ശേഷം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 5ഉം 150 ക്യാൻസൽ 30 വരും. 120 സെന്റിമീറ്ററിലേക്കായിരിക്കും ഫസ്റ്റ് ബൗൺസിന് ശേഷം ബോൾ എത്തുക. അത് 50 സെന്റിമീറ്ററിനെക്കാളും മുകളിലായത് 120 50-നെക്കാളും മുകളിലായതുകൊണ്ട് അത് എന്തായാലും വീണ്ടും ബൗൺസ് ചെയ്യും. സെക്കൻഡ് ബൗൺസിൽ 120യുടെ 4/5ലേക്കാണ് പോവുക. ഇതുവരെ കുഴപ്പമില്ല, കട്ട് ചെയ്യാൻ പറ്റും. സോ 5ഉം 120യും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, 24 വരും. 24 ഇൻറ്റു 4 96 കിട്ടും. 4 4 16, 1 ബാലൻസ് 4 2 8 പ്ലസ് 1 96 കിട്ടും. സെക്കൻഡ് ബൗൺസിന് ശേഷം അത് 96 സെന്റിമീറ്ററിലേക്ക് എത്തും. സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒരു മിനിറ്റ്. 96 എത്തി. ക്ലിയർ ആവുന്നോ? ഓക്കെ. ഇനി തേർഡ് ബൗൺസിന് ശേഷം എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് എന്താ തേർഡ് ബൗൺസിൽ 96ന്റെ 4/5ലേക്കാണ്. അത് നമുക്ക് 96 ആയതുകൊണ്ട് വീണ്ടും ബൗൺസ് ചെയ്യും. സോ 96ന്റെ 4/5 കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ 96 ഇൻറ്റു 4 എന്ന് ചെയ്ത് നോക്കുക. 96 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 6 4 24 2 നമുക്ക് 36ഉം 384 ഉണ്ടാവും. ഈ 384 എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 384 ഡിവൈഡ് ബൈ 5 ഇവിടെ 7 വരും, 35 വരും, 34 വരും, 6 വരും. ഓക്കെ. നമുക്ക് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. 96 ഇൻറ്റു 4 384 തന്നെ. ഓക്കെ. 384 ഡിവൈഡ് ബൈ 5 വരും. 38ൽ 7 വരും, 35 വരും, ബാക്കി 34 വരും. 34ൽ നമുക്ക് ഇവിടെ 6 എടുക്കാം. സോ 30 വരും. 30ൽ നമുക്ക് എഗെയിൻ 30ൽ 4 വരും. 76.5 ഇടുമ്പോൾ 8 ഇടുമ്പോൾ 40 വരും. സോ നമുക്ക് അടുത്ത ഹൈറ്റ് എന്താ? തേർഡ് ബൗൺസിൽ 76.5 ഉണ്ടാവുക. ഇതുവരെ ഓക്കെ ആണോ? തേർഡ് ഹൈറ്റിൽ 76.5. ക്ലിയർ ആണോ? 76.5 അല്ല, 76.8 വരും. ഓക്കെ. അടുത്ത് എന്താ? ഫോർത്ത് ഹൈറ്റിൽ 76.8 ഇൻറ്റു 4/5 ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 76 ചെറിയൊരു കാൽക്കുലേഷൻ അല്ലാതെ വേറെ അധികം ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് ആദ്യം 76.8 ഇൻറ്റു 4 ഉണ്ടാവും. 8 4 32, 3 ബാലൻസ് ഉണ്ടാവും. 6 4 24, 27 ഉണ്ടാവും. 2 ബാലൻസ് ഉണ്ടാവും. 4 7 28, 28 പ്ലസ് 2 നമുക്ക് 30 ഉണ്ടാവും. 307 ഉണ്ടാവും. സോ 307.2നെ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ ഡിവൈഡ് ബൈ 5 ചെയ്യണം. സോ 307.2 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 30ൽ നമുക്ക് 6 വരും. ബാലൻസ് നമുക്ക് എഗെയിൻ 0 ഉണ്ടാവും. 0 ഇട്ട് കൊടുക്കാം. ഓക്കെ. അല്ല നമുക്ക് 7 എഴുതാൻ പറ്റും. 7 ഒരു മിനിറ്റ്. 7 എഴുതി. 7 വരുമ്പോൾ നമുക്ക് ഇവിടെ 1 വരും, 5 വരും, ബാലൻസ് നമുക്ക് 2 വരും. ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഡെസിമൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2നെ ഇറക്കി എഴുതാം. 22ൽ 4 വരും, 61.4, 20 വരും, 2 അഗെയിൻ ബാലൻസ് വരും, 61.44. നമുക്ക് എന്താ ഇതിന്റെ ആൻസർ? ഫോർത്ത് ബൗൺസിൽ 61.44 കിട്ടും. എഗെയിൻ ഫിഫ്ത്ത് ബൗൺസിൽ 61.44 ഇൻറ്റു 4/5 വരും. അതും അതേപോലെ തന്നെ സോൾവ് ചെയ്യുക. 61.44 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 4 16, പിന്നെ 17 വരും. അഗെയിൻ 1 ബാലൻസ് 5 വരും. 6 4 245.76 കിട്ടും. അത് ഡിവൈഡ് ബൈ 5 വരും. ഒരു മിനിറ്റ്. ഇതുവരെ ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. കാൽക്കുലേഷൻസ് ക്ലിയർ ആണോ? റെഡി ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ.
ഓക്കെ, ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ്. സോ നമുക്കിവിടെ 245.76 കിട്ടി. അതിന് ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 എടുക്കാം, 20 വരും, 4 ബാലൻസ് വരും, 45 എഴുതാം, ഇവിടെ 9 വരും. സോ 45, 0 വന്നു, ഡെസിമൽ പോയിന്റ് കൊടുക്കാം, 7 എഴുതാം, 7 വരുമ്പം 1 എഴുതാം, ഇവിടെ 5 വരും, അഗെയിൻ 2 ബാലൻസ് വരും, ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് ബാക്കി നമ്പേഴ്സ് 26 ആകും, 41 പോയിന്റ്, ഇവിടെ നമുക്ക് എന്താ 25 വരും, 1 ബാലൻസ് വരും. നമുക്ക് 5th ബൗൺസിന് ശേഷം ഹൈറ്റ് 41.15 വരും. നമുക്ക് ആദ്യം ഫസ്റ്റ് ബൗൺസിന് ശേഷം 150 സെന്റിമീറ്റർ ബൗൺസ് ചെയ്തപ്പോൾ 120 സെന്റിമീറ്റർ, പിന്നെ 96, പിന്നെ 76.8 വന്നു, പിന്നെ നമുക്ക് 61, 4th ബൗൺസിന് ശേഷം 61.44 വന്നു, 5th ബൗൺസിന് ശേഷം നമുക്ക് 49.15. ഇനി ബൗൾ എന്ത് ചെയ്യില്ല, ബൗൺസ് ചെയ്യില്ല. കാരണം 5th ബൗൺസ്, 5ാമത്തെ വട്ടം ഗ്രൗണ്ട് ഹിറ്റ് ചെയ്തതിനു ശേഷം പിന്നെന്താ ഹൈറ്റ് വന്ന് 49 പോയിന്റ് ആണ്. അത് നടന്ന 50ക്ക് താഴെ ആയതുകൊണ്ട് ബോൾ ഇനി ബൗൺസ് ചെയ്യില്ല. സോ ഓപ്ഷൻ ഇവിടെ ബി ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? 5 ബൗൺസ് വരെ ബോൾ ബൗൺസ് ചെയ്യും. റെഡി ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ജസ്റ്റ് ചെറിയ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിവിടെ കുറച്ച് ടൈം എടുത്താലും സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞേ, ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? 17th ചെയ്തേ, 17th ക്വസ്റ്റ്യൻ. ചെയ്തിട്ടുണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്തേ. സാർ 1 ഇത് മിനിറ്റ് എടുക്കാം. ചെയ്തു, പക്ഷെ ഇതും ടൈം എടുത്തു. പക്ഷെ ഇത് നമ്മള് കാരണം ഞാൻ ജസ്റ്റ് കൺസണൻസ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടിട്ടില്ലായിരുന്നു. അതായത് അതൊക്കെ അങ്ങനെ തെറ്റിപ്പോയി. അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കൺസേൺസ് അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ പിന്നെ വീണ്ടും എനിക്ക് ഡൗട്ട് തോന്നിയപ്പോ പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം പോയി. നമുക്ക് നോക്കാം, ഒരു 1 മിനിറ്റ് എടുക്കാം, പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് 2 രീതിയിലുള്ള ക്ലാസ് ചെയ്തത്, കൺസണൻസ് ഉണ്ട്, വവൽസ് ഉണ്ട്. കൺസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വവൽസ് അല്ലാത്തവര്. സോ നമുക്ക് വവൽസ് അറിയാം, നമുക്ക് A, E, I, O, U. ബാക്കിയുള്ള ലെറ്റേഴ്സ് ആണ് നമുക്ക് കൺസണൻസ് പറയാൻ പറ്റുക. സോ നമ്മളിവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് ക്യാപിറ്റൽസിൽ എഴുതിയിട്ട് അവരെ മിററിന് മുമ്പിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എന്താ, അവർക്ക് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഇമേജസ് ഓഫ് ദിസ് വിച്ച് ഡു നോട്ട് ലുക്ക് അലൈക്ക്
ദർ ഒറിജിനൽ ഷേപ്സ്. അപ്പം ചേഞ്ചസ് ഉള്ള ആളുകളെയാണ് നമ്മൾ വേണ്ടത്. അവര് മിററിൽ കാണിച്ചു കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ആളുകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വരെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ നമുക്ക് ആദ്യം ഇതിൽ വവൽസ് നമുക്ക് ആവശ്യമില്ല. വവൽസിനൊക്കെ ആദ്യം സ്ട്രൈക്ക് ചെയ്ത് കളയാം. ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ മിറർ ഇമേജിൽ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ലെറ്ററിന് ഒരു എക്സ്റ്റൻഷൻ പോലെ ഏതെങ്കിലും ഒരു സൈഡിൽ മിറർ ഇമേജിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒരു കംപ്ലീറ്റ് ഒരു വേർഡിന് മിറർ ഇമേജിൽ കാണിക്കുകയാണെങ്കിലും അതേപോലെ ഒരു അപ്പം ഒരു എക്സാമ്പിൾ ഈറ്റ് എന്ന് പറഞ്ഞ വേർഡിന് ഒരു മിറർ ഇമേജിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വേർഡ് എഴുതിയപ്പം ലെഫ്റ്റിലാണ് ഇ ഉള്ളത്, റൈറ്റിലാണ് ടി ഉള്ളത്. ഈ കംപ്ലീറ്റ് വേർഡിനും ലെഫ്റ്റ് റൈറ്റ് സ്വാപ്പിംഗ് ഉണ്ടാവും, ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ഉണ്ടാവും. അതേപോലെ അതിൽ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനും ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ലെറ്ററിന് നോക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡും ഡിഫറെന്റ് ആണ്. ആ റൈറ്റ് സൈഡിലേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്, 3 ലൈൻ ഉണ്ട്. അപ്പൊ അത് മിറർ ഇമേജിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് അതിന്റെ മിറർ ഇമേജ് ഉണ്ടാവുക. നമ്മൾ ഈറ്റ് എന്ന വേർഡിനെ മൊത്തത്തിൽ മിറർ ഇമേജ് കാണിച്ചാൽ ഈ രീതിയിലാണ്. കാരണം ഇവിടെ ലെഫ്റ്റിലുള്ള ഈ എന്താ റൈറ്റിലേക്ക് പോകും, റൈറ്റിലുള്ള ടി ലെഫ്റ്റിലേക്ക് വരും. പക്ഷെ ടിക്കും എക്കും ഒരു ചേഞ്ച് ഇല്ലാത്ത ലെറ്റേഴ്സ് ആണ്. അപ്പൊ അവരെ മിററിൽ കാണിച്ചാൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. നമുക്കങ്ങനെ ചേഞ്ച് ഉള്ള വിച്ച് ഡു നോട്ട് ലൈക്ക് ലുക്ക് ലൈക്ക് ദർ ഒറിജിനൽ ഷേപ്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഉള്ള ആൾക്കാരെ കൗണ്ട് ആവേണ്ട. അപ്പൊ നമുക്ക് കൺസണൻസിൽ ചേഞ്ച് ഇല്ലാത്തവരെ മാറ്റി നിർത്താം. സോ ബിക്ക് എന്താ ചേഞ്ച് ഉണ്ടാവും. ബി നമുക്ക് എന്താ ഇതിൽ വേണ്ട ആളാണ്, നമുക്ക് ഈ കൗണ്ട് എടുക്കും വേണ്ട ആളാണ്. സിക്ക് ചേഞ്ച് ഉണ്ടാവും, ഡിക്ക് ചേഞ്ച് ഉണ്ടാവും. കാരണം അവർക്ക് എല്ലാവർക്കും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. സിക്ക് പറഞ്ഞാൽ എന്താ ഈ ഇതേപോലെ രണ്ട് സൈഡിൽ എക്സ്റ്റൻഷൻ ഉണ്ട്. ബിക്ക് ആണെങ്കിൽ ഈ റൈറ്റ് സൈഡിലേക്കാണ് ആ രണ്ട് കേർവ്സ് വരുന്നത്. അപ്പൊ എന്താ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ എഫിന് ചേഞ്ച് ഉണ്ടാവും, ജിക്ക് ചേഞ്ച് ഉണ്ടാവും, എച്ചിന് ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ച് ഉണ്ടാവുന്ന ആളുകളെ നമുക്ക് വേണ്ടത്. ജെക്ക് ചേഞ്ച് ഉണ്ടാവും, കെക്ക് ചേഞ്ച് ഉണ്ടാവും, എല്ലിന് ചേഞ്ച് ഉണ്ടാവും, എമ്മിന് ചേഞ്ച് ഉണ്ടാവില്ല, എന്ന് ചേഞ്ച് ഉണ്ടാവും, പിക്ക് ചേഞ്ച് ഉണ്ടാവും, ക്യൂവിന് ചേഞ്ച് ഉണ്ടാവും, ആറിന് ചേഞ്ച് ഉണ്ടാവും, എസിന് ചേഞ്ച് ഉണ്ടാവും, ടിക്ക് ചേഞ്ച് ഉണ്ടാവില്ല, വിക്ക് ചേഞ്ച് ഉണ്ടാവില്ല, ഡബ്ല്യുവിന് ചേഞ്ച് ഉണ്ടാവില്ല, എക്സിന് ചേഞ്ച് ഉണ്ടാവില്ല. വൈ നമുക്ക് ഈ രീതിയിലല്ല ക്യാപിറ്റൽ എഴുതുക, ക്യാപിറ്റൽ ഇങ്ങനെയാണ് എഴുതുക. സോ അതിനും ചേഞ്ച് ഉണ്ടാവില്ല. സെഡിന് ചേഞ്ച് ഉണ്ടാവും. സോ ചേഞ്ച് ഉള്ള ആളുകളെ വേണ്ട. 1 2 3 4 5 6 7 8 9 10 11 12 13 ഓക്കെ ഒരു മിനിറ്റ് 14 ഓപ്ഷൻ 17 എന്താ ബി 14 ആളുകളാണുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആളുകൾ. ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? വവൽസിനെ മാറ്റി നിർത്തി കൺസെൻസിൽ ചേഞ്ച് ഉണ്ടാവുന്ന ആൾ മിററിൽ കാണിച്ചാൽ ചേഞ്ച് ഉണ്ടാവുന്ന ആളുകളാണ്. അപ്പൊ ആ എക്സ്റ്റൻഷൻ ഉള്ള ആളുകളെ മാത്രം കൗണ്ട് ചെയ്താൽ മതി. എക്സ്റ്റൻഷൻ ഇല്ലാത്തവരെ കൗണ്ട് ചെയ്യണം. ഒരു ചേഞ്ചും ഇല്ലാത്തവരെ മാറ്റി നിർത്തുക. ഒരു ചേഞ്ച് ഇല്ലാത്ത ആൾ എന്ന് പറയുമ്പോൾ എച്ചിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല, എമ്മിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല, അതേപോലെ ടിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്താ കൺസണൻസിന്റെ കേസിൽ മാത്രമാണ് വിക്ക് ചേഞ്ച് ഉണ്ടാവില്ല, ഡബ്ല്യുവിന് ചേഞ്ച് ഉണ്ടാവില്ല, എക്സിന് ചേഞ്ച് ഉണ്ടാവില്ല, വൈക്ക് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ 14. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. 18 ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ഒരു 1 മിനിറ്റ് എടുത്ത് ഇത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, റെസ്പോണ്ട് ചെയ്തേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു? കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വരയ്ക്കുന്ന ഡയഗ്രത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ വരയ്ക്കുന്ന ഡയഗ്രം ഒന്ന് കൃത്യമായിട്ട് വരയ്ക്കുക. ചില ക്വസ്റ്റ്യനിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സാർ അതേപോലെ സാർ സ്പ്ലിറ്റ് ചെയ്തത് പ്രശ്നമായി സാർ. വരച്ചത് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ അത് നമുക്ക് എവിടെയെങ്കിലൊക്കെ നമുക്കത് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കാണിക്കാൻ പറ്റുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നേ ഉള്ളൂ. ഓക്കെ,
സോ ഇവിടെ നോക്കാം, ബാങ്ക് എംപ്ലോയി ഡ്രൈവ്സ് 10 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത് ഫ്രം ഹെർ ഹൗസ് ആൻഡ് ടേൺസ്. ആ തന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കി ഒന്ന് വരച്ചു പോവാം. നമുക്കിത് കുറച്ചുകൂടി സ്പേസ് വെച്ചിട്ട് വരച്ചാൽ നമുക്കിത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളത്, കാരണം നമുക്കിത് കുറച്ച് ഇവിടെ ചില എന്താ ഷീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 40 കിലോമീറ്റർ ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് സ്പേഷ്യസ് ആയിട്ട് രീതിയിൽ വരച്ചാലേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഞാനിവിടെ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണേ. അവിടെ ഇയാളുടെ ഹൗസ് ആണ്. ഈ ഹൗസിൽ നിന്ന് ഇത് ഹൗസിലെ പോയിന്റ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ഇയാളുടെ ഹൗസിലെ പോയിന്റ്. ഹൗസിലെ പോയിന്റിൽ നിന്ന് 10 കിലോമീറ്റേഴ്സ് സൗത്തിലേക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷൻസ്, യൂണിവേഴ്സൽ ഡയറക്ഷൻ സൈഡിലൊന്ന് വരച്ചു വെക്കുക. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് വരും. ഒരാൾ നോർത്തിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും. സൗത്തിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും. ഒരാൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും. വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും. ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഇയാൾ ഹൗസിലുള്ള പോയിന്റിൽ നിന്ന് 10 കിലോമീറ്റർ സൗത്തിലേക്ക് വരുന്നു. ഇത് 10 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. ഇനി ഇയാള് സൗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് ഇയാളുടെ റൈറ്റ് ഉണ്ടാവും, ഇത് ലെഫ്റ്റ് ഉണ്ടാവും. ഈ പേഴ്സൺ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇനി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് അയാൾ 20 കിലോമീറ്റേഴ്സ് പോവാണ്. സോ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 20 കിലോമീറ്റേഴ്സ് പോയി. സോ ഈ ഡയറക്ഷനിൽ 20 കിലോമീറ്റേഴ്സ് പോകുമ്പോൾ ഇത് റൈറ്റ് ഉണ്ടാവും, ഇത് ലെഫ്റ്റ് ഉണ്ടാവും. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 40 കിലോമീറ്റേഴ്സ് പോവാണ്. സോ ഈ 40 കിലോമീറ്റേഴ്സ് നമ്മൾ ഇനി ഇതിന് പാരലായിട്ട് പോകുമ്പോൾ ഈ ഒരു പോയിന്റ് വരെ എന്താണ് 10 കിലോമീറ്റേഴ്സ് ആണ്. പിന്നെ അങ്ങോട്ടേക്കാണ് ഒരു 30 കിലോമീറ്റേഴ്സ് ഉള്ളത്. അങ്ങോട്ടേക്ക് 30 കിലോമീറ്റേഴ്സ്. ഇത് കംപ്ലീറ്റ്ലി 40 ഉണ്ട്. ഇവിടെ റൈറ്റ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും, കാരണം ഈ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി അയാള് 40 കിലോമീറ്റർ പോയത് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 5 കിലോമീറ്റേഴ്സ് കൂടി പോകുന്നുണ്ട്. 5 കിലോമീറ്റർ പോയി. അപ്പം ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് റൈറ്റ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും. 5 കിലോമീറ്റർ പോയതിനു ശേഷം റൈറ്റിലേക്ക് ടേൺ ചെയ്ത് അണ്ടർ 30. അപ്പൊ 30 ആയതുകൊണ്ട് ഇതിന് പാരലായിട്ട് പോകും. ഇത് 30 ഉണ്ട്. ഈ ഡയറക്ഷൻ ട്രാവൽ ചെയ്ത് റൈറ്റ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും. ഇതുവരെ വരച്ച ഡയഗ്രാം ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആ ഒരു ലാസ്റ്റ് 30 കിലോമീറ്റേഴ്സ് വരുന്ന കാര്യം കൂടി ഇപ്പൊ ഓക്കെ ആണോ? നമ്മൾ ആ ഡിവൈസ് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. എന്നാലേ നമുക്കിത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവുള്ളൂ. പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. ഡയഗ്രാം ഓക്കെ ആണോ? ഇത് ഇയാളുടെ ഓക്കെ. സോ ഇത് ഇയാളുടെ എന്താ ഈ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ ഇയാളുടെ ബാങ്കിലെത്തി. ഓക്കെ, ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഓക്കെ, വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ഹെർ ഹൗസ്? ഇതും ഈ മൂന്ന് ബാങ്കും ഈ ഹൗസും എന്താ ഇപ്പം ഇത്ര ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്തതിലും രണ്ടും എന്താ പാരലൽ പോയിന്റ്സ് ആണ്. പാരലൽ പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെയുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. അതെന്തുണ്ട്? നമുക്കിവിടെ 20 ഉണ്ട്. ഈ ഡിസ്റ്റൻസ് ഇതിന്റെ പാരലാണ് 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? ഹൗസിൽ നിന്ന് ബാങ്കിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള 20യും ഇവിടെയുള്ള 5ഉം 25 കിലോമീറ്റേഴ്സ് ആയിരിക്കും ആ ഡിസ്റ്റൻസ് വരെ. സോ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാർ ഒന്നുകൂടെ ഒന്ന് പറയാം സാർ, എവിടെ വെച്ചിട്ടാണ് പാരലൽ കണ്ടീഷൻ എടുക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ഈ 10 കിലോമീറ്റേഴ്സ് ഞാൻ ആ റെഡ് കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഈ 40 എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു പോയിന്റിൽ നിന്ന് 40 പോകണം. ഈ 20 കിലോമീറ്റേഴ്സ് റെഡ് മാർക്ക് ചെയ്ത് 20 നിന്ന് 40 പോകണം. അപ്പൊ 40യിൽ നമ്മൾ ഇവിടെ 10 പാരലൽ ആണ്, കാരണം ഇതിന് പാരലൽ ആണ്. ആ 10 ബാക്കി ഇത് 30 ഉണ്ടാവും. മൊത്തത്തിൽ 40 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 5 കിലോമീറ്റർ പോയി പിന്നെ ഒരു 30 വരുമ്പോ ഈ 30 ആയതുകൊണ്ട് വീണ്ടും 30 വരികയാണെങ്കിൽ അത് ഇതിന് പാരലാണ്. അപ്പൊ ഈ 3 പോയിന്റ്സ് എന്താ പാരലൽ പോയിന്റ്സ് ആണ്. ഇത് സാർ ഒന്ന് ചോദിച്ചത് ഇതാണ് വരയ്ക്കാം, നിങ്ങളുടെ. അതൊന്ന് വരയ്ക്കാമോ സാർ? ഇത് കാണാം, എനിക്കൊരു സംശയം അതെ, ഉണ്ടായിരുന്നു. ഞാൻ വരച്ചിട്ടുണ്ട്. അത് വരച്ചിട്ടുണ്ട്. സ്ക്രീൻ ഡിലേ ആയതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, സ്ക്രീൻ ഡിലേ ആയതുകൊണ്ടാണ്. വരച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. ഇപ്പം കാണുന്നുണ്ടോ?
സ്ലൈഡ് ഡിലേ ഉണ്ട്, ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഒന്നുമില്ല, ഞാൻ ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സ്ക്രീൻ ഇപ്പോൾ വിസിബിൾ ആവും. ഒരു മിനിറ്റ്, നെറ്റ്വർക്കിന്റെ ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ സ്ക്രീൻ വിസിബിൾ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ഒന്നുകൂടി ആ ഡയഗ്രാം വരയ്ക്കാം, അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒന്നുമില്ല, അയാള് ബാങ്ക് എംപ്ലോയി അയാളുടെ ഹൗസിലെ പോയിന്റ് ഇവിടെ വരയ്ക്കാം. ഹൗസിലെ പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 10 കിലോമീറ്റർ സൗത്തിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് അതിൽ സൗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻസ്, ഇത്രയും ഡയറക്ഷൻസ്, നമുക്ക് യൂണിവേഴ്സൽ ഡയറക്ഷൻസ് ഒന്നും സൈഡിൽ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് വരുന്നുണ്ട്. ഒരാൾ നോർത്തിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും, ഒരാൾ സൗത്തിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും, ഒരാൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും, ഒരാൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും. ഈ കാര്യം ഒന്നും മനസ്സിലാക്കുക. ഇയാളുടെ ഹൗസിന്റെ പോയിന്റിൽ നിന്ന് അയാൾ സൗത്തിലേക്ക് 10 കിലോമീറ്റേഴ്സ് പോയി. അപ്പൊ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തപ്പോൾ ആ പേഴ്സന്റെ റൈറ്റും ലെഫ്റ്റും ഇതായിരിക്കും.
പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് അയാൾ 20 കിലോമീറ്റേഴ്സ് പോകുന്നുണ്ട്. സോ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ടൊരു 20 കിലോമീറ്റേഴ്സ് പോകുന്നുണ്ട്. സോ ഇയാളുടെ റൈറ്റ് ഇവിടെ ഉണ്ടാവും, ലെഫ്റ്റ് ഇവിടെ ഉണ്ടാവും. പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 40 കിലോമീറ്റേഴ്സ് പോകും. ലെഫ്റ്റ് ഈ ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ 40 മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ 40നെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ ഡാർക്ക് ചെയ്ത് വെച്ചത് 10 ഉള്ളത് കൊണ്ട് അതിന് പാരലൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെ 10 മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്ന് പിന്നെ മുകളിലോട്ട് അഗെയിൻ 30. ഓക്കെ, 30. സോ ഇത് കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ ഇതുണ്ടാവും 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് റൈറ്റ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും. ഇതാണ് ഒരു സ്പ്ലിറ്റ് വരുന്നത്. റെഡി ആണോ? ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞേ? പിന്നെ അവിടുന്ന് അയാൾ എങ്ങോട്ട് പോകുന്നുണ്ട്? അയാൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് 5 കിലോമീറ്റർ പോകുന്നുണ്ട്. അപ്പൊ അയാളുടെ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത് റൈറ്റ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും. പിന്നെ അയാൾ അഗെയിൻ ടേൺസ് ടു ദ റൈറ്റ് ആൻഡ് ആൻഡ് 30 കിലോമീറ്റർ. ഈ ഡയറക്ഷനിലാകുമ്പോൾ ഓൾറെഡി 30ക്ക് പാരലാണ്. സോ ഇവിടെ എത്തി. സോ ഈ 3 പോയിന്റ്സ്, ഈ പോയിന്റ് എന്താ, ഇത് 30 ഉണ്ട്. ഇയാൾ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത് റൈറ്റും ലെഫ്റ്റും ഉണ്ടാവും. ഈ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ ഇയാൾ ഇയാളുടെ ബാങ്കിലെത്തി. ഇനി ചോദിച്ചിട്ടുള്ളത്, അപ്പം ഇവിടെയാണ് അടുത്ത സ്പ്ലിറ്റ് വരുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് സ്പ്ലിറ്റ് അല്ല, കറക്റ്റ് മാർക്ക് ചെയ്തു. കാരണം ഈ ഡിസ്റ്റൻസും നേരത്തെ വരച്ച ഡിസ്റ്റൻസും പാരലൽ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ് എന്തിന് പാരലാണ്? നേരത്തെ ഹൗസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് പാരലാണ്. ഇനി ചോദിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 2 പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആ 2 പോയിന്റ്സിന് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഈ ഡിസ്റ്റൻസിൽ ഇത്രയും പോർഷൻ എന്താ, 20 ആണ്. ഇത്രയും പോർഷൻ 20 ആണ്, കാരണം ഇതിന് പാരലൽ ആണ് ഇത് രണ്ടും. പിന്നെ ഈ ഡിസ്റ്റൻസ് തന്നെ എന്താ, ഇവിടെ പാരലൽ, മേളിൽ ഒരു 5 ഉണ്ട്, ഇത് 5 ഉണ്ടാവും. സോ ഹൗസ് നിൽക്കുന്ന പോയിന്റും ബാങ്ക് നിൽക്കുന്ന ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ 20യും ഈ 5ഉം കൂടെയാണ് 25 കിലോമീറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. റെഡി ആവുന്നുണ്ടോ? ക്ലിയർ? ഇപ്പൊ ഓക്കെയാണോ ഡയഗ്രാം? ആ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കുന്നിടത്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഈസി, നമുക്ക് ഫസ്റ്റ് റൗണ്ട് ചെയ്യേണ്ട ഈസി കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 19th ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണെങ്കിലും നമുക്ക് കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ 700 മുതൽ 1000 വരെയുള്ള എല്ലാ ഇൻഡിജേഴ്സും പറഞ്ഞാൽ നമുക്ക് 700 മുതൽ 1000 വരെയുള്ള ഇൻഡിജേഴ്സ് വരുമ്പോൾ നമുക്ക് അവിടെ 700 to 1000 വരുമ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് 700 മുതൽ 1000 വരെ നമ്പേഴ്സ് ആ ഇൻഡിജേഴ്സിനെ കൊടുത്ത് നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുള്ള അങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്നുമില്ല, 700 മുതൽ 1000 വരെ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സിന്റെ ഡിജിറ്റുകളുടെ സം 10ന് ഈക്വൽ ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 700 to 800 ഒരു കാറ്റഗറി ഉണ്ടാവും, 800 to 900 ഉണ്ടാവും, 900 to 1000 വരെയുള്ള നമ്പേഴ്സിൽ അങ്ങനെ ആ 3 ഗ്രൂപ്പ് നോക്കുക. ഞാൻ 3 ഗ്രൂപ്പ് ആകാണെങ്കിൽ ഒന്നുമില്ല, 7 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് 700 to 800 700th പ്ലേസിൽ വരുന്ന നമ്പേഴ്സ്, അല്ലെങ്കിൽ 700 മുതൽ 800 വരെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക, 800നും 900ന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക, 900നും
1000 ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. എന്ത് ഡിജിറ്റുകളുടെ സമ്മ് 10 കിട്ടണം. അപ്പം 700 to 800 നമ്പറിൽ നമുക്ക് എന്തായിരിക്കും എല്ലാ നമ്പേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്ന 7-ലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ബാക്കി സം 10 വരണമെങ്കിൽ ബാക്കി ഡിജിറ്റുകളുടെ വാല്യൂ ഒന്നെങ്കിൽ നമുക്ക് 7 ആയതുകൊണ്ട് 712 എടുത്താൽ ഡിജിറ്റുകളുടെ സമ്മ് 10 ആയിരിക്കും. 721 എടുത്താലും ഡിജിറ്റുകളുടെ സമ്മ് 10 ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ 703 എടുത്ത ഡിജിറ്റുകളുടെ സമ്മ് 10 ആയിരിക്കും. 730 എടുത്ത ഡിജിറ്റുകളുടെ സമ്മ് 10 ആയിരിക്കും. ഇപ്പൊ 7-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 4 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. കാരണം ഓൾറെഡി 7 വന്നു, പിന്നെന്താ 10 ആവണമെങ്കിൽ ഒരു 3യുടെ കുറവുള്ളത്. 712 ഓക്കെയാണ്, 721 ഓക്കെയാണ്, 703, 730. ഇനി 8-ലാകുമ്പോൾ ഓൾറെഡി 8 ഉണ്ട് അവിടെ. സോ 811, അതേപോലെ 820, അതുപോലെ 802. ഇത്രയും പോസിബിലിറ്റിയാണ് 800 മുതൽ 900 ഇടയിൽ വരുന്നത്. കാരണം 8 ഓൾറെഡി വന്നു, പിന്നെ നമുക്ക് 2ന്റെ ഒരു കുറവാണ് സം 10 ആവാനുള്ളത്. സോ 811ഉം 820ഉം 802 ഉണ്ടാവും. ഇനി 900-നും 1000-നും ഇടയിൽ നമുക്ക് 901ഉം 910 ഈ 2 പോസിബിലിറ്റീസേ ഉള്ളൂ നമുക്ക് ഡിജിറ്റുകളുടെ സമ്മ് 10 കിട്ടണമെങ്കിൽ. സോ ഇത്രയും ആളുകളുടെ വാല്യൂ എനിക്ക് ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. മൊത്തം 4 + 3 + 2 എന്താ നമുക്ക് മൊത്തം 9 നമ്പേഴ്സ് കിട്ടും. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ബിറ്റ്വീൻ 700 to 1000 9 നമ്പേഴ്സ് ആണ് നമുക്ക് ഡിജിറ്റുകളുടെ സം 10 തരിക. ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? ഓക്കെ, നമ്മൾ ഇനി ഫെർദർ നോക്കുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 20 അവിടെ നിൽക്കട്ടെ. നമുക്ക് 20 അതൊരു കോൺസെപ്റ്റ് പറയാനുണ്ട്. നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഇനി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. 25 ആണ്. 25 ഓക്കെ, 25 നോക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഒരു 1 മിനിറ്റ് എടുക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് എലിമിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് PQRSTUV പ്ലേസ്ഡ് 7 ബുക്സ് ആണ്. ഓക്കെ, ആ ബുക്സിന്റെ പേര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. PQRSTUV ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ബുക്സിൽ ബ്ലൂ കവറുകളുള്ള ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Rഉം Qഉം T ആണ്. ഓക്കെ, പിന്നെ അപ്പം Rഉം Qഉം Tയും ബ്ലൂ കവേഴ്സ് ആണെങ്കിൽ ബാക്കി റെഡ് കവറുള്ള ബുക്കുകൾ എന്ന് പറഞ്ഞാൽ Rഉം Qഉം Tയും അല്ലാതെ പറഞ്ഞാൽ
പിയും ഓക്കെ പിയും എസും യുവും വിയും എന്താണ് റെഡ് കവേഴ്സ് ആണ്, റെഡ് ആണ്, ആ കാര്യം നോക്കുക. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താ എസ് ആൻഡ് യു ആർ ന്യൂ ബുക്സ്. ന്യൂ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് എസും യു ആണ്, ബാക്കിയെല്ലാം ഓൾഡ് ആണ്. ഓൾഡ് കാറ്റഗറി എന്താ, നമുക്ക് പി വരും, ക്യൂ വരും, ആർ വരും, ടി വരും, വി വരും. ഓക്കെ, അതേപോലെ പി എസ് ആർ ആർ ലോ റിപ്പോർട്ട്സ്. ലോ പറഞ്ഞ കാറ്റഗറിയിൽ പിയും ആറും എസും വരും. അപ്പം ഗസറ്റേഴ്സിൽ ആ കാറ്റഗറിയിൽ വരിക എന്താ വരിക, നമുക്ക് ക്യൂ വരും, പിന്നെ ടി വരും, യു വരും, വി വരും. ഓക്കെ, ഇങ്ങനെയാണ് കാറ്റഗറി വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ബുക്സ് ഓഫ് ഓൾഡ് ബുക്ക് ആയിരിക്കണം, ഓൾഡ് ആയിരിക്കണം, ഗസറ്റേഴ്സിൽ വരണം, ബ്ലൂ കവർ ആയിരിക്കണം. ഈ 3 കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ബുക്കുകൾ ഏതാണ്? നമുക്കിവിടെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഓൾഡ് ആയിരിക്കണം, അതിൽ നമുക്ക് ഗസറ്റേഴ്സ്, നമുക്ക് ഓൾഡ് അല്ലാത്തത് നമുക്ക് എന്താ, ഇവിടെ ക്യൂ ഓൾഡ് ആണ്, ആർ ഓൾഡ് ആണ്, ക്യൂ ഓൾഡ് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, എസും യുവും ന്യൂ ആണ്. ഓക്കെ, വി ആണിത്. യു എന്താണ്, നമുക്ക് ഓൾഡ് അല്ല, യു എന്താണ് ന്യൂ ആണ്. സോ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേഷനിലാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾഡ് ആണോ, ഗസറ്റേഴ്സ് ആണോ, ബ്ലൂ ആണോ? നമുക്ക് ഓപ്ഷൻ ബി എന്താ, ഓപ്ഷൻ ബിയിൽ യു പറഞ്ഞ എന്താ, ഓൾഡ് അല്ല, ന്യൂ ബുക്ക് ആണ്. പിന്നെ ക്യൂവും ടിയും ഓൾഡ് ആണ്, ടിയും യുവും എന്തല്ല, ഓപ്ഷൻ ഡി എന്താ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. യു പറഞ്ഞാൽ ഓൾഡ് ബുക്ക് അല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി എന്താ കളറിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് ബ്ലൂ കളർ വേണം. ആറും ക്യൂവും ബ്ലൂ ആണ്, ടിയും ബ്ലൂ ആണ്, ക്യൂവും ടിയും ബ്ലൂ ആണ്. ബ്ലൂ പറഞ്ഞ പെർസ്പെക്റ്റീവ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി എന്താ നോക്കണ്ടേ, ഓൾഡ് നമ്മൾ നോക്കി. ഇനി ഗസറ്റേഴ്സ് നോക്കാം. ഗസറ്റേഴ്സ് നോക്കുമ്പം ക്യൂവും ടിയും നമുക്ക് എന്താ, ആറ് പറഞ്ഞ ലോ ബുക്കാണ്. സോ നമുക്ക് എന്താ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് വേണ്ടി, ക്യൂവും ടി പറഞ്ഞ എന്താ, ഗസറ്റേഴ്സ് ആണ്, അതേപോലെ ഓൾഡ് ആണ്, അതേപോലെ ബ്ലൂവും ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. റെഡി ആവുന്നുണ്ടോ? നമ്മൾ ആ തന്ന കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തു. നമുക്ക് ആവശ്യമില്ലാത്ത ആളുകളൊക്കെ എലിമിനേറ്റ് ചെയ്താൽ പോകുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, മറ്റേ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. റെഡി ആണോ? അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ 26 ആണ്. 26 ഒന്ന് നോക്കാം. 26 ഒന്ന് നോക്കാം. ട്വന്റി 26 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്തേ. 26. ഓക്കെ, 26 ഒന്നും പറയുന്നില്ല. റീപ്ലേസ് ദ ഇൻകറക്റ്റ് ടേം ബൈ ദി കറക്റ്റ് ടേം ഇൻ ദ ഗിവൻ സീക്വൻസ് where odd terms and even terms follow the same pattern.
ഇവിടെ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2020 തോന്നുന്നു. നമുക്ക് എന്താ അവിടെ അവര് കുറെ കൂടി നമുക്ക് എന്താ തന്ന സീക്വൻസിൽ നിങ്ങൾ അതില് നമ്മൾ നിങ്ങൾ തന്ന സീക്വൻസിനെ ഒബ്സർവ് ചെയ്യുക. അതില് ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ സീക്വൻസിലേക്ക് കൺവേർട്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് തന്ന് അല്ലെങ്കിൽ ഹിന്റ് തന്നിട്ട് അവർ സോൾവ് പറയാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇതിലും നമുക്ക് എന്താ അവർക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കായിരുന്നു ഇൻകറക്റ്റ് ടേം ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ ഇൻകറക്റ്റ് ടേം റീപ്ലേസ് ചെയ്യാൻ പറയാം. അത് മാത്രം ചോദിക്കായിരുന്നു. പക്ഷെ ഇവര് അത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്തു, ഈ ഒരു തന്ന സീക്വൻസിൽ ഓഡ് ടേംസും ഈവൻ ടേംസും ഉണ്ട്. അവർ രണ്ട് സെപ്പറേറ്റ് സീക്വൻസ് ആണ്. അപ്പൊ അത് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകറക്റ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം, എന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പ്രൊസീജിയർ കുറച്ച് ഈസി ആക്കി തരികയാണ്. അപ്പൊ നമ്മൾ അവർ പറഞ്ഞ അനുസരിച്ച് എന്ത് ചെയ്യാം, ഓഡ് പ്ലേസിലുള്ള സീക്വൻസും ഈവൻ പ്ലേസിൽ സീക്വൻസും ഒന്ന് എഴുതാം. സോ നമുക്ക് എന്താ ഓഡ് പ്ലേസിലെ സീക്വൻസ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വരിക 3 വരും, 7 വരും. സോ പാരലായിട്ട് എഴുതി പോവാ. ഈവൻ പ്ലേസിൽ 2 വരും, 4 വരും. ഓഡ് പ്ലേസിൽ 13 വരും. ഇവിടെ 10 വരും. ഇവിടെ 21 വരും. അല്ലെ ഓഡ് ടേംസിൽ ഈവൻ ടേംസ്, ഓഡ് പ്ലേസ് അല്ലെങ്കിൽ ഓഡ് പൊസിഷനിൽ നിൽക്കുന്നതിൽ ഓഡ് ടേംസ്. ഓക്കെ, 21 വന്നു, 18 വന്നു. ഇവിടെ 31 വരും. ഇവിടെ 28 വരും. ഇവിടെ 43 വരും. ഇവിടെ 40 വരും. ഇനി നമ്മള് ആ ഓഡ് നമ്പേഴ്സിൽ ഇതുവരെ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്ന സീക്വൻസ് എന്താ, ഓഡ്. നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്താ, 3 7 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വരുന്ന സീക്വൻസ്. ഇവർ രണ്ടും സെയിം പാറ്റേണിൽ ഫോളോ ചെയ്യുന്നുണ്ടാണ്. യൂഷ്വലി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ, ഫസ്റ്റ് സീക്വൻസ് ഏത് പാറ്റേൺ തന്നില് ഏതാണോ ഫസ്റ്റ് സീക്വൻസ് അവരെന്ത് പാറ്റേണിലാണ് പോണത് അതേ പാറ്റേണിലായിരിക്കും സെക്കൻഡ് വരിക. അല്ലാതെ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് അല്ല ഫസ്റ്റ് പോവുക. ഫസ്റ്റ് സീക്വൻസ് എന്ത് പാറ്റേൺ ആണോ കീപ്പ് ചെയ്യുന്നത് അതന്നെ ആയിരിക്കും സെക്കൻഡും കീപ്പ് ചെയ്യുക. അപ്പൊ അവർക്കിടയിലെ പാറ്റേൺ നോക്കുമ്പോൾ ഇവിടെ എന്താ +4 +6, ഇവിടെ +8 വന്നു, +10 വന്നു. ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ എന്താ +12 വന്നു. ഇനി ഇവിടെ നോക്കുമ്പം അതേ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ പക്ഷെ ആദ്യം +2 വന്നു, പിന്നെ അങ്ങോട്ട് +6 +8 +10 +12. പക്ഷെ ആദ്യം ഫസ്റ്റ് സീക്വൻസ് നോക്കുമ്പോൾ +4 ആണ്. പക്ഷെ സെക്കൻഡ് സീക്വൻസ് +4 അത് മാത്രം ഫോളോ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാം അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് സീക്വൻസിൽ അവിടെയാണ് എറർ വന്നിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് സീക്വൻസിൽ നമുക്ക് അവിടെയാണ് എറർ വന്നിട്ടുള്ളത്. ഇവിടെ എന്തായിരിക്കണം, 2ന് പകരം ഇവിടെ +4 റിലേഷൻ വരണം. അപ്പൊ ഇവിടെ എന്ത് വരണം, ഈ ടേം 2ന് പകരം 0 ആവണം. 0 നമുക്ക് ഒരു ഈവൺ നമ്പർ അറിയാം, അല്ലെങ്കിൽ ആ സെക്കൻഡ് ഈവൻ പ്ലേസിൽ നിൽക്കുന്ന ആള്, ഈവൻ പൊസിഷനിൽ നിൽക്കുന്ന ആള് അവിടെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. +2 എന്നല്ല വേണ്ട, +4 വരണം. അപ്പം ഇവിടെ എന്ത് വരണം, 0 വരണം. സോ ഈ സെക്കൻഡ് 2 എന്നുള്ള ടേം മാറിയിട്ട് അവിടെ എന്ത് വരണം, 0 വരണം. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എനി ഡൗട്ട്സ്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, 27 അടുത്ത ഈസി ക്വസ്റ്റ്യൻ. 27 കൂടി നോക്കിയേ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഫോളോയിങ് മെട്രിക്സ് ഓഫ് സർട്ടൻ എൻട്രീസ്, ദി എൻട്രി ഫോളോസ് എ സർട്ടൻ ട്രെൻഡ്, റോ വൈസ് സർട്ടൻ ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ചൂസ് ദ മിസ്സിംഗ് എൻട്രി. മിസ്സിംഗ് എൻട്രി ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മുടെ നോക്കുമ്പോൾ ഓരോ റോ വൈസ് നോക്കുക. ഒരു സർട്ടൻ ട്രെൻഡ് റോ വൈസ് നമുക്ക് എന്താ ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ എഴുതുന്നതാണ് റോ വൈസ് വരിക. വേർട്ടിക്കൽ എഴുതുന്നത് എന്താ കോളമാണ്. സോ ഇത് ഇങ്ങോട്ട് എഴുതുന്ന കോളംസ്. സോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഇവിടെ ട്രെൻഡ് കിടക്കുന്നത് റോ വൈസ് ആണ്. നമുക്ക് ആ റോ അതും അവര് നമുക്ക് ഹിന്റിന് വേണ്ടി
എളുപ്പമാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇവിടെ നോക്കാം, നമുക്ക് റോ വൈസ് നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ഒബ്സർവ് ചെയ്യുമ്പോൾ 7B 10A 3C എ ബിയും എയും സിയും ഉണ്ട്. അടുത്തതില് CBA സെയിം ഡിഫറെന്റ് പാറ്റേൺസ് ആണെങ്കിലും 3 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് നമുക്ക് ആദ്യം ഒബ്സർവ് ചെയ്യണ്ട. അടുത്തതിൽ എന്താ, എയും സിയും വന്നു, ബിയുടെ കുറവുണ്ട്. കാരണം അവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ ബി ഇല്ല, ആ റോയിൽ നോക്കുമ്പോൾ ബി ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒറ്റ റീസൺ വെച്ചിട്ട് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള സ്പേസിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നാലും ബി വരണം. സോ നമുക്ക് അത് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന് എനെ വെച്ചിട്ടാണ്, അടുത്തത് എന്താ സീനെ വെച്ചിട്ട്, ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കണക്ഷൻ നോക്കിയേ, ഇത് ഇവിടെ ഫസ്റ്റ് റോയില് 10ഉം 7ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 3 കിട്ടിയത്. ഇവിടെ അതേപോലെ 9ഉം 3ഉം സബ്ട്രാക്ട് ചെയ്തപ്പോൾ 6 കിട്ടി. അതേപോലെ ഈ 13ഉം 10ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. പിന്നെ ഇവിടെ ബി വരാത്തതുകൊണ്ട് 3B. സോ ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി 3B. ഓക്കെ ആവുന്നുണ്ടോ? റെഡി ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? പറഞ്ഞേ. ഓക്കെ. ചെറിയൊരു ഡിഫിക്കൽട്ടി കാരണം നമുക്ക് ഇന്ന് പവർ ഫെയിലിയർ വന്നു. അതും പിന്നെ ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ 2021 ഡിസ്കഷനെ പാർട്ട് 1 ആക്കിയിട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നെക്സ്റ്റ് PYQ ഡിസ്കഷൻ വരുമ്പോൾ നമ്മളത് 2022 ആണ് നെക്സ്റ്റ് ഡിസ്കഷൻ വരിക. സോ അതിന്റെ ഇനീഷ്യൽ പാർട്ടിൽ അതൊരു ലോങ് ഡിസ്കഷൻ ആയിരിക്കും. ഒരു മിനിമം നമുക്കൊരു 4 hours വെച്ച് എടുക്കാം. നിങ്ങളോടി ഒന്ന് പ്ലാൻഡ് ആയിട്ട് വരിക നെക്സ്റ്റ് ഡേയിൽ. കാരണം നമുക്കത് കുറച്ച് ടൈം ഉണ്ടാവുമ്പോൾ മാത്രമേ ചില ഡിഫിക്കൽട്ടീസ്, കാരണം ഇവിടെ വൈഫൈയുടെ ചെറിയ ഇഷ്യൂസ് വന്നതുകൊണ്ടും പവർ ഫെയിലിയർ വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷനിൽ അത് കുറച്ച് ലോങ് ഡ്യൂറേഷൻ നമുക്ക് എടുക്കാം. അന്ന് നമുക്കത് പാർട്ട് 2 കൂടി കവർ ചെയ്തിട്ട് അങ്ങനെ പോവാം. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ഡിസ്കഷന്റെ മുമ്പായിട്ട് നിങ്ങൾ 2022 കൂടി കവർ ചെയ്യാം. പിന്നെ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനാണെങ്കിൽ നാളെയും മറ്റന്നാളും സെഷൻസ് ഉണ്ട്. അന്ന് നമുക്ക് ബാക്കിയുള്ള PYQസും റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് നമ്മൾ കവർ ചെയ്യുക. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ. സൺഡേയിലെ സെഷൻ ചെറിയ ട്രാവലിംഗ് റീസൺ ഉള്ളതുകൊണ്ട് നമ്മൾ ടൈം 3 to 5 ആണ്. ടെസ്റ്റ് ഉണ്ടെന്ന് അറിയാം. മാക്സിമം പോസിബിൾ ആവുന്നവർ അറ്റൻഡ് ചെയ്യുക. റെക്കോർഡിങ്സ് എന്തായാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? റെഡി ആണോ? ഓക്കെ. സോ താങ്ക് യു.